ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നു. എന്നാൽ ആ മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള ഒരു എൻട്രിയായി മാറിയ ഒരു കഥയൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു നായകനെ കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് എയർടെൽ സെയിൽസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സൈജു കുറുപ്പ്. അങ്ങനെ സൈജു കുറുപ്പിന് അന്ന് സിനിമയോടൊന്നും ഇങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. സിനിമകൾ കാണും എന്നൊക്കെയുള്ളൂ. പക്ഷേ അദ്ദേഹം പുറത്താണ്, നോർത്ത് ഇന്ത്യയിലേക്കാണ് അദ്ദേഹം പഠിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ വന്നിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതൊക്കെ. അങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന് ഒരു എയർടെൽ കണക്ഷൻ എടുത്ത് കൊടുക്കണം. അതിനുവേണ്ടി ചില മീറ്റിങ്സിന് പോകുന്നു. അങ്ങനെ MG ശ്രീകുമാറിൻ്റെ അടുത്തെത്തി. അതായത് MG ശ്രീകുമാറിൻ്റെ ഒരു എയർടെലിൻ്റെ കണക്ഷൻ വേണം. നമുക്കറിയാം, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, 2004 കാലഘട്ടങ്ങളാണ്. അന്നിങ്ങനെ മൊബൈലും ഈ പറയണ പോലത്തെ എന്താ പറയുക, പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് കണക്ഷനൊക്കെ അന്ന് ട്രെൻഡായിട്ട് ഇങ്ങനെ കയറി വരുന്ന സമയമാണ്. എല്ലാവരുടെ കയ്യിൽ അന്നും മൊബൈലൊന്നുമില്ല, പക്ഷേ ഒരുവിധം ആളുകളുടെ ഇടയിലേക്ക് മൊബൈൽ എത്തി വരുന്ന സമയമാണ്. അപ്പോൾ അന്നൊരു കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയൊരു കാര്യമുള്ള സമയമാണ്. അങ്ങനെ കണക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി സൈജു കുറുപ്പ് MG ശ്രീകുമാറിൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിലാണ് സൈജു കുറുപ്പിൻ്റെ ഒരു ലുക്കും മറ്റേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും ഒക്കെ MG ശ്രീകുമാർ ശ്രദ്ധിക്കുന്നതും. അപ്പോൾ അന്ന് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഹരിഹരൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അതിൽ പുതുമുഖ നായകനെയും നായികനെയാണ് ഹരിഹരൻ തേടുന്നതെന്ന് MG ശ്രീകുമാറിന് അറിയാം. അങ്ങനെ ഹരിഹരനെ കാണാൻ ഇങ്ങനെ സൈജു കുറുപ്പിൻ്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെ ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു നായകനെ തേടുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാപ്ടോപ്പ് നിങ്ങൾ ഹരിഹരനെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹരിഹരനെ കാണാൻ വേണ്ടി സൈജു കുറുപ്പ് പോവാണ്. നമുക്കറിയാം, ഹരിഹരൻ അദ്ദേഹം കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അദ്ദേഹം ചെന്നൈയിലാണ്, എനിക്കൊണ്ട് ചെന്നൈയിലാണ് അദ്ദേഹം സെറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ അദ്ദേഹത്തിന് വീടൊക്കെ ഉണ്ട്. അന്ന് കോഴിക്കോടാണ് സൈജു കുറുപ്പ് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ ഹരിഹരനെ കാണാൻ ചെല്ലുന്നു. അന്ന് അവിടെ കാണാൻ ചെല്ലുമ്പോൾ സൈജു കുറുപ്പ് എന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ കാരണം, ഈ അടുത്ത് ഒരു സിനിമയുടെ പൂജയുടെ ചടങ്ങിൽ വെച്ചിട്ട് മമതയും സൈജു കുറുപ്പും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് സ്റ്റേജിൽ വന്നിട്ട് അവർ പറഞ്ഞു, 20 വർഷമായി, അതായത് 2005 മയൂകം തിയേറ്ററുകൾ എത്തുന്നത്. 2004 കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും 20 വർഷം ആവാറായി അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചിട്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ 2005 ഈ മയൂകം സിനിമയെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയൊക്കെ തന്നെയായിരുന്നു അത്. സൈജു കുറുപ്പ് അന്ന് ഹരിഹരനെ കാണാൻ ചെല്ലുമ്പോൾ ശരിക്കും സൈജു കുറുപ്പിന് ഹരിഹരൻ എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ, പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ അറിയില്ല. അങ്ങനെ ഹരിഹരൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യം ചെന്നിട്ട്, എനിക്കൂടെ ആദ്യം ചെല്ലുമ്പോൾ ഹരിഹരൻ സാറ് അന്ന് സാധാരണ വീട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഡയറക്ടർ ഹരിഹരനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അകത്ത് പോയി. എന്നിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സ്ഥിരം നമ്മൾ കാണാറുണ്ട്, വെള്ള ഷർട്ടും വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് അദ്ദേഹം വന്നു. അപ്പോഴാണ് സൈജു കുറുപ്പിന് മനസ്സിലായതൊക്കെ. അപ്പോൾ പിന്നെ സൈജു കുറുപ്പ് അന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഭയങ്കര സിനിമയോട് ഇങ്ങനെ വലിയൊരു പാഷനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അങ്ങനെ അവസരം കിട്ടിയപ്പോൾ അഭിനയിക്കാൻ തോന്നി. അങ്ങനെയാണ്. അപ്പോൾ ഹരിഹരൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അന്ന് സൈജുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റാണ് എന്ന് തോന്നി. എനിക്ക് ഉണ്ണി എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഒരു നമ്പൂതിരിയാണ്, നെടുമുടി വേണുവിൻ്റെ മകനായിട്ടാണ്. നമുക്കറിയാം ആ ഒരു ക്യാരക്ടർ. അതായത് കുറേ പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ അദ്ദേഹം മദ്യവും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായിട്ട് പോകുന്ന, പിന്നീട് അതിലെ നായികയുടെ കഥാപാത്രം അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതൊക്കെയാണ്. ആ സിനിമ കണ്ട എല്ലാവർക്കും എൻ്റെ കഥ അറിയാം. അപ്പോൾ സൈജു കുറുപ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹരിഹരൻ ഉറപ്പിച്ചു, ഇദ്ദേഹത്തിന് ലുക്കുണ്ട്. പിന്നെ അഭിനയം നമുക്ക് പിന്നെ അഭിനയിപ്പിച്ചെടുക്കാമല്ലോ എന്നുള്ളൊരു ധൈര്യമാണ്. കാരണം അദ്ദേഹം നമുക്ക് വിനീതിനെയും മനോജ് കെ ജയനെയും മോണീഷനെയും ഒരുപാട് പേരെ അദ്ദേഹം സിനിമയിലോട്ട് എന്താ പറയുക, അദ്ദേഹം സിനിമയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. ഒരുപാട് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ സൈജു കുറുപ്പിനെ ഉറപ്പിക്കുന്നു. പിന്നെ പല നായികന്മാരെയും നോക്കി. അപ്പോൾ ആ ഒരു സമയത്താണ് മോണീഷ, മരിച്ചുപോയ നടി മോണീഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി, അവർ ഡാൻസറും അഭിനേത്രിയൊക്കെയാണ്, നമുക്കറിയാം. അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് മമത. ബാംഗ്ലൂരായിരുന്നു മമത എന്ന്. പഠിപ്പും അതുപോലെ മമത താമസിച്ചിരുന്നൊക്കെ ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ മമതേനെ സജസ്റ്റ് ചെയ്യണത് ശ്രീദേവി ആണ്. അങ്ങനെ ഹരിഹരൻ മമതയെ കാണുന്നു, മമതേനെ ഫിക്സ് ചെയ്യുന്നു. പിന്നെ എല്ലാം വളരെ ഫാസ്റ്റ്. നായകനെയും കിട്ടി. പിന്നെ നെടുമുടി വേണുണ്ട്, അതിൽ ജഗദീഷ് ശ്രീകുമാറുണ്ട്, സായി കുമാർ ഗംഭീരമായിട്ടുള്ള റോളാണ് നായകയുടെ അച്ഛനായിട്ട്, കലാഭവൻ മണിയുണ്ട്, കുറേ പേരുണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ. അതിലാണ് ശ്രീജിത്ത് രവി, നടൻ TG രവിയുടെ മകൻ ശ്രീജിത്ത് രവി ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു സിനിമയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്നൊരു സിനിമ, ചാന്തുപൊട്ട്, ഇതൊക്കെ മയൂകത്തിന് മുമ്പ് റിലീസ് ചെയ്തതാണ്. പക്ഷേ ശ്രീജിത്ത് രവിയുടെ ആദ്യത്തെ സിനിമ ശരിക്കും മയൂകമാണ്. പിന്നെ വടക്കൻ വീരകഥയിലൊക്കെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുള്ള റോഷൻ, എനിക്കൊണ്ട് വടക്കൻ വീരകഥ തന്നെയാണ്. റോഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹരിഹരൻ്റെ തന്നെ ചിത്രങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിച്ച നടൻ. അങ്ങനെ എന്തായാലും ആ സിനിമ അന്ന്
തിയേറ്ററിൽ അങ്ങനെ വൻ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷേ അതിലെ പാട്ടുകൾ, ബോംബെ രവിയുടെ സോങ്സ്, നമുക്കറിയാം ഹരിഹരൻ ബോംബെ രവിനെ മലയാളത്തിലോട്ട് പഞ്ചാഗ്നിയിൽ കൊണ്ടുവരുന്ന ഹരിഹരനാണ്. അപ്പോൾ എല്ലാം ഗംഭീര സോങ്സ് തന്നെയാണ് ആ ഒരു സിനിമയിലേക്ക്. പിന്നെ അതൊരു ഹരിഹരൻ്റെ സിനിമകളെന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷെ ആ ഒരു സിനിമ അന്ന് അത്ര വലിയ വിജയമൊന്നും അല്ലെങ്കിലും പിന്നീട് ടി വിയിലും അതുപോലെ തന്നെ DVD ഒക്കെ എടുത്തിട്ടൊക്കെ ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് നല്ല ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടനും മമത എന്ന് പറയുന്ന ഒരു നടിയൊക്കെ അവിടെ നിന്നാണ് അവരുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ബോംബെ രവിയുടെ അവസാനത്തെ സിനിമയാണ്, അവസാനത്തെ മലയാള സിനിമയാണ്. അതെ, അവസാനത്തെ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത അവസാനത്തെ സിനിമയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാണ്. പിന്നെ അതിൽ ആ അമ്മവേഷം ചെയ്ത സുജാത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞൊരു സിനിമയിലും ആ ഒരു വർഷം അവർ അഭിനയിച്ചിരുന്നു. അവരുടെയും അവസാനത്തെ മലയാളത്തിലുള്ള ഒരു സിനിമയാണ് മയൂഖം. എന്തായാലും മയൂഖം എന്ന സിനിമ ഇപ്പോൾ 20 വർഷം ആവറായി. സൈജു കുറുപ്പ് അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തിന് നായകനായിട്ട് വന്നു, കുറേ പരാജയങ്ങൾ സംഭവിച്ചു. പിന്നീട് അദ്ദേഹം ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വന്നു. ഇന്ന് അദ്ദേഹം ഏത് സിനിമയിൽ വന്നു കഴിഞ്ഞാലും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യും. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മമതയും അതുപോലെ തന്നെയാണ്. എന്തായാലും മമതയും സൈജു കുറുപ്പിനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഫോറൻസിക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ കണ്ടു. അതിനുശേഷം അവരധികം ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ അടുത്ത് നടന്ന ഒരു പൂജാ ചടങ്ങിൽ അവർ ഒരുമിച്ച് വന്നത് പറഞ്ഞു. പ്രേംപാറ്റ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് അവർ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതിൽ അവർ ഒരു പെയറാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവർ കോംബോ ഇനി വീണ്ടും വരട്ടെ. രസകരമായിട്ടുള്ള സിനിമകൾ അവർ ഇനി വീണ്ടും ചെയ്യട്ടെ.